ആ ലോകാത്ഭുതം വീണ്ടും സംഭവിച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു ചന്ദ്രക്കല പ്രത്യക്ഷമായപ്പോൾ ലോക ജനസംഖ്യയുടെ 1/4 വരുന്ന 150 കോടിയിലേറെ വരുന്ന വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതശൈലി ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇതൊരു മഹാത്ഭുതമല്ലേ? ആലോചിച്ച് നോക്കൂ. അവരുടെ ദിനചര്യകൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ മന്ത്രങ്ങൾ, അവരുടെ മനസ്സും ശരീരവും, ദാഹവും വിശപ്പും, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കുടക്കീഴിൽ എന്ന പോലെ ഈ ആഗോള ഗ്രാമത്തിൽ ഒരേ വീട്ടിൽ ഒരേ മാനസികാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന പോലെ ലോകത്ത് ഏത് ഏകാധിപതിക്കാണ് ഇങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ മനസ്സും ശരീരവും ചിന്തയും കർമ്മങ്ങളും എല്ലാം ഒരേപോലെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക? അവരുടെ രഹസ്യവും പരസ്യവും ഒരേപോലെയാക്കി മാറ്റാൻ കഴിയുക? അസാധ്യമാണത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ റമളാൻ എന്ന മഹത്തായ അനുഷ്ഠാനം ഒരു ലോകാത്ഭുതമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അകത്ത് എവിടെയോ ഒരു കുഞ്ഞ്, നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നാം ജനിച്ചു വീണപ്പോൾ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഓ എന്തൊരു കുഞ്ഞ, ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ടില്ലേ, അതിൻ്റെ കവിള് കണ്ടില്ലേ, കണ്ണ് കണ്ടില്ലേ, ഇങ്ങനെ എല്ലാ വിശുദ്ധിയുടെയും പര്യായമായിട്ട് അവർ നമ്മെ നോക്കിക്കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ റമളാൻ നമ്മുടെ നഷ്ടബാല്യത്തെ കണ്ടെത്തുവാനുള്ള, വീണ്ടെടുക്കുവാനുള്ള, ആ നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്കത തിരിച്ചു പിടിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. അതിൻ്റെ സാങ്കേതികത്വത്തിനൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അങ്ങനെ ഒന്ന് ആലോചിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ശില്പിയെ ശ്രദ്ധിക്കാറില്ലേ? ശിലയിൽ ശില്പം രൂപപ്പെടുത്തിയെടുക്കുന്ന ശില്പി നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ ശില്പി ശില്പം നിർമ്മിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ശില്പി ഒരു ശിലയിലെ ശില്പമല്ലാത്ത ഭാഗങ്ങൾ കൊത്തിയെടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അത്രേ ചെയ്യുന്നുള്ളൂ. ശില്പം ശിലയുടെ അകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടെത്തുക എന്ന പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ ശില്പി ചെയ്യുന്നത്. ഇതേപോലെ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വിശുദ്ധമായ ഒരു മനസ്സാക്ഷി നേരത്തെ ഉണ്ട്. ഇത് നാം ആരും സംവിധാനിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജന്മത്തിൽ നേരത്തെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിക്ഷേപിച്ചു വെച്ച ഒരു സംവിധാനമാണത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തീനിൽ നമുക്ക് കാണാം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ നിശ്ചയം നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ മൂശയിൽ, ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും സൂറത്തു ശംസ് 7-8 സൂക്തങ്ങളിൽ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവാണ്, അതിനെ ചൊവ്വാക്കിയവനുമാണ്, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന് അതിൻ്റെ ധർമ്മവും അധർമ്മവും ബോധ്യപ്പെടുത്തിയവനുമാണ്. അൽഹമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ആ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പം അതാണ് പറഞ്ഞത്, ശില്പി ശില്പത്തെ കണ്ടെത്തുന്നത് പോലെ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ അകത്തെ വിശുദ്ധിയെ,
നമ്മുടെ അകത്തെ നിഷ്കളങ്കമായ ആ മനസ്സാക്ഷിയെ കണ്ടെത്തുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളെ ഖുർആൻ ദിക്ർ എന്ന് വിളിക്കുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഓർമ്മപ്പെടുത്തുമ്പോൾ ഏത് കാര്യം നമുക്ക് ബോധ്യമാവുക? നേരത്തെ നമുക്ക് അറിയാവുന്നത് ഒരുപക്ഷെ അശ്രദ്ധയിൽ അകപ്പെട്ടു പോയത് അല്ലെങ്കിൽ മറന്നു പോയത് വീണ്ടും നമ്മളിലേക്ക് കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഉത്ബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അകത്തുള്ളതിനെ വീണ്ടും പൊടി തട്ടിയെടുത്ത് ശുദ്ധീകരിച്ച് പുറത്തെടുക്കുക എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ നാം ഇപ്പോൾ ഈ നാളുകളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒഴുക്കിനെതിരെ നീന്തി കരകയറുവാനുള്ള, ലക്ഷ്യത്തിലെത്തുവാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ പുറം ലോകത്തെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? പള്ളിയിൽ ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ മനസ്സ് വ്രതവിശുദ്ധിയുടെ ആത്മീയ നിർവൃതിയിൽ ലയിച്ചു ചേരുമ്പോൾ പുറം ലോകത്ത് എന്താ സംഭവിക്കുന്നത്? പുറം ലോകത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഹോട്ടലുകളും കൂൾബാറുകളും സിനിമാശാലകളും എല്ലാം തുറന്നു കിടക്കുകയാണ്. ആൾക്കൂട്ടത്തിന് ഇപ്പോഴും വിശപ്പുണ്ട്, ദാഹമുണ്ട്, ദുരാഗ്രഹങ്ങളുണ്ട്, ദേഹേച്ഛകളുണ്ട്. അവരതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നു. മാറ്റം സംഭവിച്ചത് നമുക്ക് മാത്രമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമുക്ക് മാറാൻ കഴിയും. നമുക്ക് മാറാൻ കഴിയും. നാം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമല്ല എന്നാണ് നാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയരുത്. എങ്ങനെ? അന മഅന്നാസ് ഇൻ അഹ്സനന്നാസു അഹ്സൻത് വ ഇൻ അസാഉ അസഅത്. ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾ നന്നായ ഞാനും നന്നാകും, ജനങ്ങൾ ദുഷിച്ചാൽ ഞാനും ദുഷിക്കും എന്ന് പറയുന്ന അവസരവാദിയായിട്ട് നീ മാറരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. പൊതുവേ നമ്മുടെ ഒരു രീതി അതാണ്. ഏത് കാര്യം വരുമ്പോഴും പറയുമ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ, പിന്നെ ഞാനൊരാൾ മാത്രം മാറിയിട്ടെന്താ? ഇങ്ങനൊരു ശൈലിയുണ്ട് നമുക്ക്. അല്ല, നിൻ്റെ വീട്ടിലെ കല്യാണം എന്താ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? എല്ലാവരും അങ്ങനെയല്ലേ, പിന്നെ ഞാനൊരാൾ മാത്രം മാറിയിട്ടെന്താ? നീ ബിസിനസ് തുടങ്ങുകയാണെന്ന് കേട്ടു, ലോൺ എടുക്കുന്നുണ്ടോ? പലിശക്ക് കടമെടുക്കുന്നു കേട്ടു. ബിസിനസ് അങ്ങനെ തുടങ്ങാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെയല്ലേ ബിസിനസ് ചെയ്യുന്നത്? ഈ നിലപാടിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റമുണ്ടായിരിക്കുന്നത്. നാം ആൾക്കൂട്ടത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാൽ ഇനി മുതൽ എല്ലാവരും അങ്ങനെയല്ലേ, അതുകൊണ്ട് ഞാനും അങ്ങനെയായി എന്നുള്ള അഴകുഴമ്പൻ വർത്തമാനം നാം പറയരുത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം വർഷങ്ങളായിട്ട് 30, 40, 50 അതിലേറെയും വർഷങ്ങളായിട്ട് നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും നമ്മിൽ പലരും. പക്ഷേ എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നോമ്പങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇവിടെ ഈ ആർജവം, ഞാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവനാണ് എന്ന തിരിച്ചറിവ് വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായും നോമ്പിന് കഴിയേണ്ടതുണ്ട്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം, അതല്ല ശരീരത്തെയാണോ ഇഷ്ടം? ഒരു തമാശയായിട്ട് കരുതിയാൽ മതി, പക്ഷെ അതിൽ കാര്യമുണ്ട്. മറുപടി പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കുഞ്ഞിനോട് ഉമ്മയും വാപ്പയും അടുത്ത് നിന്നിട്ട്, കുഞ്ഞെ നിനക്ക് ഉമ്മയാണോ ഇഷ്ടം വാപ്പയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കുഞ്ഞ് രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് പറയും, എനിക്ക് രണ്ടാളെ ഇഷ്ടമാണ് എന്ന് പറയും. ഇതേപോലെ നമ്മുടെ മനസ്സും ശരീരവും നമുക്കറിയാം കാലങ്ങളായി സഹയാത്രികരാണ്, ഒന്നിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ മനസ്സാണോ ഇഷ്ടം, ശരീരമാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒന്ന് പകച്ചു പോകും എന്നത് ശരിയാണ്. പക്ഷേ ഒരു വിശ്വാസി ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഒരു നിലപാട് സ്വീകരിച്ചേ പറ്റൂ. നമുക്കറിയാം, മനസ്സിൻ്റെ വാഹനമാണ് ശരീരം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനുള്ള ഉപകരണമാണ് ശരീരം എന്ന് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ പലരും ജീവിതത്തെ വ്യാഖ്യാനിച്ചത് തന്നെ മനസ്സും ശരീരവും തമ്മിലുള്ള ശക്തമായ വടംവലി എന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളിലും നമുക്കത് കണ്ടെത്താം. അതിനാണല്ലോ പരീക്ഷണം എന്ന് പറയുന്നത്. ശരീരം ഒന്ന് ആഗ്രഹിക്കുന്നു, മനസ്സ് ഒന്ന് ആഗ്രഹിക്കുന്നു, ശരീരം അത് നടപ്പിൽ വരുത്തുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ രണ്ടിനെക്കുറിച്ചും വളരെ കൃത്യമായ കാഴ്ചപ്പാട് പ്രവാചകൻ നമുക്ക് നൽകുന്നതായിട്ട് കാണാം. ഇന്നത്തെ ചുറ്റുപാടിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഈ കാലഘട്ടത്തിലെ ജിഹാദ് ശരീരവും മനസ്സും തമ്മിലുള്ള വടംവലി തന്നെയാണ്. ശരീരത്തിൻ്റെ കടിഞ്ഞാണില്ലാത്ത കുതിരപ്പാച്ചിലിൽ പലപ്പോഴും നാം തകിടം മറിഞ്ഞു വീണു പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാൻ ശ്രമിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിൻ്റെയും സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ് വഫീ കുല്ലിൻ ഖൈർ. ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അവനിലാണ് കൂടുതൽ നന്മയുള്ളത്. രണ്ടുപേരിലും നന്മയുണ്ടെങ്കിലും എന്ന് പ്രവാചകൻ ചേർത്ത് പറയുന്നുണ്ട്. ഈ ശക്തി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തിയാണ്. രണ്ടിൻ്റെയും കരുത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് തീർച്ചയായും ഒരാൾ കരുത്തനാണോ അല്ലയോ എന്ന് നാം പരിശോധിക്കുക അയാളുടെ മനസ്സിൻ്റെ കരുത്തുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. നല്ല കായിക ശേഷിയുള്ള ആളാണെങ്കിലും വളരെ പെട്ടെന്ന് കോപത്തിന് അടിമപ്പെട്ടു പോവുക, വികാരത്തിന് അടിമപ്പെട്ടു പോവുക എന്ന് വരുമ്പോൾ ആൾ വെറും പാവമാണ്, കാണും പോലെയല്ല എന്ന് നമ്മൾ പറയാറില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ലൈസ ഷദീദു ബിസുറ ഇന്നമ ഷദീദ് അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. കായിക ശേഷിയുള്ളവനല്ല യഥാർത്ഥത്തിൽ കരുത്തൻ. കോപം വരുമ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് കരുത്തൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനം യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന വളരെ മഹത്തായ ഒരു സാധ്യത അതുതന്നെയാണല്ലോ, ഇച്ഛകളെ നിയന്ത്രിക്കുവാനുള്ള കരുത്ത്. ഇത് ബോധപൂർവം പരിശീലിച്ച് നേടേണ്ട ഒന്നായിരിക്കും. മനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അപാരമായ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കാറുണ്ടോ? നാം മനസ്സിനെ ഉപയോഗപ്പെടുത്തുന്നവരാണെങ്കിൽ കൂടി മനസ്സിൻ്റെ കരുത്തിനെക്കുറിച്ച് വേണ്ടത്ര നാം ആലോചിക്കാറില്ല. ഇവിടെ നാം ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ അങ്ങ് വിശുദ്ധ മക്കയിൽ പോയിട്ട് ഉംറ നിർവഹിച്ചിട്ട് വരാം. ആരാഗ്രഹിക്കാത്തത്? വിശുദ്ധ റമളാനിൽ ഒരു ഉംറ. അവിടെ ഒരു തടസ്സമുണ്ട്. ശരീരത്തെ എങ്ങനെ കൊണ്ടുപോകും? നമ്മുടെ മനസ്സിനോടൊപ്പം സഞ്ചരിച്ച് അവിടങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി ഇബാദത്ത് അനുഷ്ഠിച്ച് നമുക്ക് തിരിച്ചു വരാം. ശരീരം ഒന്ന് കൊണ്ടുപോകണമെങ്കിലോ വല്ലാത്ത ഭാരമായിട്ടത് മാറുന്നു. പ്രായമായവർ പറയാറില്ലേ, കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്നില്ല എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, പക്ഷെ അവിടം വരെയുള്ള ദൂരം, അങ്ങനെ ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്കുള്ള ദൂരം വല്ലാത്തൊരു ദൂരമായി അനുഭവപ്പെടുന്ന അവസ്ഥയായിരിക്കും അത്. അപ്പം അവിടെയാണ് നമ്മുടെ ശരീരം നമുക്ക് ഭാരമായി തീരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്.